എല്ലാവർക്കും സൺഡേ ട്രാവൽ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിക്കടുത്തുള്ള കാളിമല എന്നൊരു സ്ഥലത്താണ്. ഇവിടെ 3-4 മലയുണ്ട്. കാളിമല, കുരിശുമല, വില്ലൂന്നിമല, കൂനിച്ചുമല, ഇങ്ങനെ മലകൾ ചേർന്ന ഒരു നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിതിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ 45 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3500 അടിയിലധികം ഉയരമുണ്ട് ഈ സ്ഥലത്തിന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുമലയിലാണ്. നേരെ കാണുന്ന മലയാണ് കൂനിച്ചിമല. പ്രസിദ്ധമായ ഒരു അമ്പലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തിരുവിതാംകൂർ രാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലത്തിന് മുമ്പായി തന്നെ ആദിവാസികളാൽ പൂജ ചെയ്യപ്പെട്ടു വന്നിരുന്ന വരമ്പതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ആരാധനാ സ്ഥലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കാളിമല. ഈ കാളിമലയിൽ ദുർഗാദേവി, ഒപ്പം ശാസ്താവ്, നാഗങ്ങൾ, ഗണപതി, അഗസ്ത്യമുനി എന്നിവരുടെ പ്രതിഷ്ഠകൾ ഉണ്ട്. ഇവിടെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ പൂജ നടക്കാറുണ്ട്. പൗർണമിക്കും ആയില്യത്തിനും പൂജ നടക്കാറുണ്ട്. എല്ലാ 4-ാമത്തെ ഞായറാഴ്ചയും അന്നദാനവും മറ്റ് പ്രത്യേക പൂജാ വഴിപാടുകൾ നടക്കാറുണ്ട്. പൗർണമി ദിവസം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും നാനാഭാഗങ്ങളിൽ നിന്നും വളരെയേറെ ആൾക്കാരുകൾ ഇന്ന് അന്നദാനത്തോടുകൂടി പൂജയും പ്രത്യേക വഴിപാടുകൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നാഗത്തിനൊരു പ്രത്യേക ഇതുണ്ട്. സ്വയംഭൂവായ നാഗമാണ്. അഗസ്ത്യമുനിക്ക് ദർശനം കൊടുത്തതിന് ശേഷം നാഗം അവിടെ തന്നെ കല്ലായി മാറിയതിൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണുവാൻ സാധിക്കും. ഒപ്പം തന്നെ ശാസ്താവ് കുടിയിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ 8 വീട്ടിൽ പിള്ളമാരെ ഓടിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇവിടെ വന്ന് അഭയം പ്രാപിക്കുകയും ആദിവാസികൾ അഭയം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള 600 ഏക്കർ സ്ഥലം ചെമ്പുപട്ടയമായിട്ട് ആരാധനാലയത്തിന് വേണ്ടി എഴുതി കൊടുക്കുകയുണ്ടായി. മഹാരാജാവ് കരംതീരെ ഒഴിവാക്കി ആദിവാസികൾക്ക് കൈമാറ്റം ചെയ്യുകയുണ്ടായി. ആ സ്ഥലമാണ് ഇന്ന് ഈ കാണുന്ന കാളിമല എന്നറിയപ്പെടുന്ന പഴയ വരമ്പതി മലയായി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് പോയിൻ്റായ നിരപ്പിൽ നിന്ന് മുകളിലേക്ക് വരാൻ വേണ്ടി ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പ് സർവീസ് ഉണ്ട്. 1400 രൂപയാണ് കൊണ്ടുവിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഈടാക്കുന്നത്. വരമ്പതി, കാളിമല, ഈ സ്ഥലം ശൂലംകുത്തി സ്ഥലമാണ്. കാലത്ത് 10-10:30 മുമ്പ് ഇവിടെ വന്ന് പൂജയും ഇവിടെ വന്ന് തൊഴുതിട്ട് അമ്മ ഇരുന്ന മൂലസ്ഥാനം തൊഴുതിട്ട് അയ്യപ്പൻ കോയിലുള്ള പൂജയും നടന്ന് ദേവി കോയിലുള്ള പൂജയും അടുത്ത് വന്ന് നാഗരിക്കും കഴിച്ചിട്ട് മാസത്തിൽ 4-ാമത്തെ ഞായറാഴ്ച അന്നദാനം. പൗർണമിക്ക് വന്ന് ഇപ്പോൾ വന്ന ആൾക്കാർ ചെന്നൈയിൽ നിന്ന് പറഞ്ഞവർ അവർ വന്ന 180 പേരാണ് കഴിഞ്ഞ ഇതിന് അന്നദാനത്തിന് വന്നത്, വയ്ക്കാൻ വന്നത്. അവരാണ് പാത്രങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവിടെ കൊണ്ട് ചേറുകളെല്ലാം ആയിരുന്നു. അങ്ങനെ കാളിമല വന്ന് കോയിൽ വച്ചതിന് ശേഷമാണ് കാളിമല അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ വളർന്നുകൊണ്ട് വന്നത്.